പുഴകൾ വന്ന് കടലിൽ സംഗമിക്കുന്നത് പോലെ ഈ അവസാന നിമിഷങ്ങളിലും, പൊങ്കാല അർപ്പണ ചടങ്ങുകൾ തുടങ്ങുന്ന അവസാന നിമിഷങ്ങളിലും ഭക്തർ വരുന്നുണ്ടാകും. ആ പൊങ്കാല മഹോത്സവത്തിൻ്റെ കണ്ണിയാകാൻ, ഭാഗമാകാൻ വന്നു ചേരുന്നുണ്ടാകും. ഏതായാലും അമ്മമാർ ഒരുങ്ങിക്കഴിഞ്ഞു. 10-15 തിരുമേനിമാർ പണ്ടാര അടുപ്പിനരികിലേക്ക് വരികയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരും. അവിടെ പണ്ടാര അടുപ്പ് തയ്യാറായി കഴിഞ്ഞു. പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരുന്ന ചടങ്ങിന് സമയമാകുന്നു. തിരുമേനിമാർ അവിടേക്ക് വരികയാണ്. പണ്ടാര അടുപ്പിന് മുകളിൽ മൂടിവെച്ചിരുന്ന വാഴയില മാറ്റി. ഇനി പണ്ടാര അടുപ്പിൽ തിരിതെളിക്കുന്ന സമയമാണ്. അതാ തിരുമേനിമാർ അവിടേക്ക് വരികയാണ്. ആറ്റുകാലമ്മയുടെ തിരുസന്നിധിയിൽ നിന്ന് പകർന്ന അഗ്നിയുമായി തിരുമേനിമാർ പണ്ടാര അടുപ്പിന് അടുത്തേക്ക് വരികയാണ്. ആ നിമിഷം ആഗതമാവുകയാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അമ്മമാർ, സഹോദരിമാർ, ബാലികമാരൊക്കെയും പൊങ്കാലയർപ്പിക്കുന്ന ആ നിമിഷത്തിലേക്കുള്ള അഗ്നിയാത്ര അതിങ്ങനെ കടന്നു വരികയാണ്. അമ്മയുടെ തിരുസന്നിധിയിൽ നിന്ന് തെളിച്ച അഗ്നിയുമായി തിരുമേനിമാർ പണ്ടാര അടുപ്പിന് അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ആത്മസമർപ്പണത്തിൻ്റെ നിമിഷം, കാത്തിരുന്ന നിമിഷം. ആറ്റുകാലമ്മ എന്ന ഒറ്റ ചിന്തയിൽ എല്ലാ മനസ്സുകളും കണ്ണുകളും പണ്ടാര അടുപ്പിലേക്ക്. അമ്മേ ശരണം, ദേവീ ശരണം, ഭദ്രേ ശരണം, ലക്ഷ്മീ ശരണം. തിരി തെളിഞ്ഞു കഴിഞ്ഞു. ആറ്റുകാലമ്മയുടെ കതിനാവിടി മുഴങ്ങുന്നുണ്ട് പശ്ചാത്തലത്തിൽ. കൊതുമ്പും ചൂട്ടും. ആറ്റുകാലമ്മയുടെ തിരുസന്നിധിയിൽ പണ്ടാര അടുപ്പിൽ തിരിതെളിഞ്ഞു കഴിഞ്ഞു. തിരുമേനിമാർ അമ്മയുടെ സന്നിധിയിൽ നിന്ന് പകർന്നു കൊണ്ടുവന്ന അഗ്നി അടുപ്പിലേക്ക് പകർന്നു കഴിഞ്ഞു. കതിനാവിടികൾ പശ്ചാത്തലത്തിൽ തുരുതുരേ മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. നിമിഷം, സുന്ദര സുരഭിലമായ നിമിഷം, മാന്ത്രികമായികമായ നിമിഷം. എല്ലാ കണ്ണുകളും ഇപ്പോൾ പണ്ടാര അടുപ്പിലേക്കാണ്. ചുറ്റും നിൽക്കുന്ന ഭക്തർ കൈകൂപ്പി വണങ്ങി നിൽപ്പുണ്ട്. അവിടെ അഗ്നി ജ്വലിച്ചു കഴിഞ്ഞു. ഭക്തലക്ഷങ്ങൾ അവരുടെ അടുപ്പുകളിലേക്ക് തീ പകർന്നു കഴിഞ്ഞു. ആ കാഴ്ച എല്ലാവരും അവരവരുടെ മുക്കല്ലടുപ്പിന് മീതേയിരിക്കുന്ന കലത്തിനു കീഴെ അഗ്നി പകർന്നു കഴിഞ്ഞു. പൊങ്കാല, 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 ആറ്റുകാലമ്മ, ആറ്റുകാലമ്മ, ആറ്റുകാലമ്മ. എല്ലാ അടുപ്പുകളും ഈ 10-12 കിലോമീറ്റർ ചുറ്റളവിൽ ലക്ഷക്കണക്കിന് ഭക്തർ, അമ്മമാർ, സഹോദരിമാർ, ബാലികമാരൊക്കെയും ചേർന്ന് തെളിച്ച അഗ്നി ആളിക്കത്തുകയാണ്. മുക്കല്ലുകൾക്ക് മീതെ തീ പകർന്നു പടർന്ന് അടുങ്ങിയിരിക്കുന്ന ലക്ഷക്കണക്കിന് അടുപ്പ് വെട്ടം കണ്ട് അങ്കുമാനത്ത് ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനിപ്പോൾ പകൽ മറഞ്ഞൊളിച്ചിരിക്കുന്ന നക്ഷത്രങ്ങളോട് ചോദിക്കുന്നുണ്ടാകും, ഭൂമിയിൽ നിറയെ നക്ഷത്രങ്ങളുള്ള മറ്റൊരാകാശം ഇതെവിടെയാണെന്ന്. അടുപ്പിൽ നിന്നുയരുന്ന പുകച്ചുരുളുകളെ നോക്കി അങ്ങുമാനത്തെ സൂര്യൻ പകൽ മറഞ്ഞൊളിച്ചിരിക്കുന്ന നക്ഷത്രങ്ങളോട് ചോദിക്കുന്നുണ്ടാകും, ഭൂമിയിൽ കോടമഞ്ഞ് പോലെ പരന്നൊഴുകുന്ന ഈ മേഘങ്ങൾ ഇതെവിടെയാണെന്ന്. എല്ലാ കണ്ണുകളും ആറ്റുകാലിലേക്കാണ്. എല്ലാ വഴികളും ആറ്റുകാലിലേക്കാണ്. എല്ലാവരുടെ മനസ്സും ആറ്റുകാലമ്മയിൽ അർപ്പിച്ചിരിപ്പാണ്. അമ്മേ ശരണം, ദേവീ ശരണം എന്ന ഒറ്റ ചിന്ത. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മയെ കാത്തുകൊള്ളണേ, അമ്മയെ രക്ഷിക്കണേ, അമ്മയെ ഒപ്പമുണ്ടാകണേ എന്ന്. ഒന്നുകൂടി പറഞ്ഞോട്ടെ, എല്ലാ അടുപ്പുകളും ഈ പൊങ്കാലയർപ്പിക്കാൻ കാത്തു നിന്ന് എല്ലാം സ്വരൂക്കൂട്ടി അമ്പലത്തിന് മുന്നിലേക്ക് വന്ന് ഈ ക്ഷേത്ര പരിസരത്ത് പുറത്തെല്ലായിടത്തും അനന്തപുരിയാകെ ഭക്തലക്ഷങ്ങളുടെ സാഗരമാക്കി മാറ്റിയ ഓരോ ഭക്തരും ആത്മനിർവൃതിയുടെ അങ്ങേയറ്റത്താണ്. തൊഴുതു നിൽപ്പാണ്, കൈകൂപ്പി നിൽപ്പാണ്, കണ്ണടച്ചമ്മയെ മാത്രം മുന്നിൽ കണ്ടു നിൽപ്പാണ്. പുകച്ചുരുളുകൾ ഉയർന്നു തുടങ്ങിക്കഴിഞ്ഞു.
പൊങ്കാലക്കലങ്ങൾ ചുട്ടുപഴുത്തു തുടങ്ങുന്നു. ചൂട് വേറെയുമുണ്ട്. എല്ലാം സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒന്നുകൂടി പറഞ്ഞോട്ടെ, അങ്ങനെ ഈ അടുപ്പ് വെട്ടങ്ങൾ ഇങ്ങനെ ആളിക്കത്തുന്നത് കണ്ട് അങ്ങ് മാനത്ത് കത്തിജ്വലിക്കുന്ന സൂര്യൻ പകലിൽ മാനത്തൊളിച്ചിരിക്കുന്ന നക്ഷത്രങ്ങളെ നോക്കി ചോദിക്കുന്നുണ്ടാകാം, ഭൂമിയിൽ ഇതെവിടെയാണ് നക്ഷത്രങ്ങളുള്ള മറ്റൊരാകാശമെന്ന്. ഈ പുകച്ചുരുളുകൾ കണ്ട് അതേ സൂര്യൻ നക്ഷത്രങ്ങളോട് ചോദിക്കുന്നുണ്ടാകും, ഈ ഭൂമിയിൽ ഇതെവിടെയാണ് മേഘങ്ങളെന്ന്. അങ്ങനെ സുന്ദരമായൊരു കാഴ്ച, ഭക്തി നിർഭരമായ കാഴ്ച, അത്ഭുതം ഊറുന്ന ഒരു കാഴ്ച. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കുന്ന ചടങ്ങ് പണ്ടാരയടുപ്പിൽ തിരിതെളിഞ്ഞു. ക്ഷേത്ര പരിസരത്തെ മുഴുവൻ അടുപ്പുകളിലും തിരിതെളിഞ്ഞു. ഈ ചുറ്റളവിലെല്ലായിടത്തും അമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കാനെത്തിയ ഓരോ ഭക്തജനങ്ങളും തിരിതെളിച്ച് അഗ്നി പകർന്നു കഴിഞ്ഞു. പൊങ്കാലയടുപ്പിലേക്ക് വെള്ളം ചൂടാക്കണം, എന്നിട്ട് അതിലേക്ക് കഴുകിയ അരി വെക്കണം. അത് പാകപ്പെട്ട് തുടങ്ങുമ്പോഴേക്കും, വെള്ളം വറ്റി പാകപ്പെട്ട് തുടങ്ങുമ്പോഴേക്കും ശർക്കര ചേർക്കണം. അതൊന്ന് പാകപ്പെടുത്തിയെടുക്കണം. പിന്നീട് ഉണക്കമുന്തിരിയും ഏലക്കയും ഒക്കെ ചേർത്ത് പൊങ്കാല പായസം ഒരുക്കണം. ആ പാട്ട് പിന്നിൽ കേൾക്കാം, പൊങ്കാല പൊങ്കാല എന്ന പാട്ട്. കതിനാവിടികൾ അതിങ്ങനെ തുടരെ കേൾക്കുന്നുണ്ട്. പൊങ്കാലയർപ്പിക്കൽ ചടങ്ങ്, ആത്മനിർവൃതിയുടെ കാഴ്ച. ഇടതടവില്ലാതെ ഒരു പൊങ്കാലക്കലത്തിൻ്റെ തൊട്ടടുത്തടുത്തത്. അതുകൊണ്ട് തന്നെ അറിയിപ്പ് വരുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കണം. പൊങ്കാലയർപ്പിക്കുമ്പോൾ, അമ്മയെന്ന ഒറ്റ ലക്ഷ്യത്തിൽ നിൽക്കുമ്പോൾ, നിങ്ങൾ തൊട്ടപ്പുറത്തെ അടുപ്പ് അതും ആളിക്കത്തുന്നുണ്ടെന്ന ഓർമ്മ വേണം. എല്ലാവരും ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പ് ഇങ്ങനെ തുടരെ 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 വരുന്നുണ്ട്. എത്രയെത്ര അമ്മമാർ ഇതേ സമയത്ത് ടെലിവിഷനിൽ കണ്ടിട്ട് അല്ലെങ്കിൽ സമയം നോക്കിയിട്ട് അവരവരുടെ വീടുകളിൽ അമ്മയെ പ്രാർത്ഥിച്ച് വീട്ടുമുറ്റങ്ങളെ പൊങ്കാലയങ്കണങ്ങളാക്കി മാറ്റിയിട്ടുണ്ടാകും. ഇവിടെ മാത്രമല്ല, ഈ 10-12 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമല്ല, കോവിഡ് മുതൽ ഇങ്ങോട്ട് എത്രയോ പേർ സ്വന്തം വീടുകളിൽ ആറ്റുകാലമ്മയെ ധ്യാനിച്ച് അതൊരു ക്ഷേത്രമാണെന്ന് സങ്കല്പിച്ച് വളരെ ആത്മനിർവൃതിയോടെ പൊങ്കാലയർപ്പിക്കുന്നുണ്ട്. അത് ആറ്റുകാലിലെന്നല്ല, അനന്തപുരിയിലെന്നല്ല, കേരളത്തിലെന്നല്ല, രാജ്യത്തെമ്പാടും ലോകത്ത് ആകെയും മലയാളികളുള്ള എല്ലായിടത്തും ഒരു പൊങ്കാലക്കലമെങ്കിലും ഇപ്പോൾ പാകപ്പെടുന്നുണ്ടാകണം. ഇതാണ് ആ നിമിഷം. കഴിഞ്ഞ വർഷം വന്ന് പൊങ്കാലയിട്ട് മടങ്ങിപ്പോകുമ്പോൾ അന്ന് പൊങ്കാലയർപ്പിക്കാൻ വരാത്തവർക്ക് ഒക്കെയും ഒറ്റ ലക്ഷ്യമുണ്ടായിരുന്നു, അടുത്ത വർഷം ആറ്റുകാലമ്മയ്ക്ക് മുന്നിലെത്തി തൊഴുതു വണങ്ങി പ്രാർത്ഥിച്ച് പൊങ്കാലയർപ്പിക്കണമെന്ന്. അതുതന്നെയാണ് ഇന്ന് ഈ ആത്മനിർവൃതിയുടെ നിമിഷങ്ങളിൽ നമുക്ക് കാണാനാകുന്നതും. ഇനി അടുത്ത ചിന്ത തുടങ്ങുകയാണ്. ഇന്ന് ഈ പൊങ്കാല പാകപ്പെട്ട് നിവേദ്യം കഴിഞ്ഞ് വീട്ടിലേക്ക് വാഹനങ്ങളിൽ കയറി പോകുമ്പോഴേ തുടങ്ങുകയാണ് അടുത്ത വർഷത്തേക്കുള്ള കരുതൽ. സ്വരു കൂട്ടിവെക്കണം, ചില്ലറത്തുട്ടുകൾ കൂട്ടിവെക്കണം, മറ്റു തയ്യാറെടുപ്പുകൾ നടത്തണം. അങ്ങനെ വ്രതശുദ്ധിയുടെ മനസ്സോടെ അടുത്ത വർഷത്തേക്ക് എന്തെന്ന ചിന്തയിലാണ് എല്ലാ ഭക്തരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് അവരുടെ ദിവസമാണ്. സ്ത്രീ ഭക്തജനലക്ഷങ്ങളുടെ ദിവസമാണ്, അവരുടെ സുദിനമാണ്. സ്ത്രീ ഭക്തജനലക്ഷങ്ങളുടെ സുദിനമാണ്. ആ കാത്തിരിപ്പിന് അവസാനമായിരിക്കുന്നു. അവർക്കതൊരു കാത്തിരിപ്പായിരുന്നില്ല കേട്ടോ, എങ്കിൽ പോലും കാത്തിരിപ്പെന്ന വാക്കല്ലാതെ മറ്റെന്താണ് ഉപയോഗിക്കാനാവുക? ഒരു പൊങ്കാല കഴിഞ്ഞാൽ അടുത്ത പൊങ്കാല എത്തും വരെ ഒരു കാത്തിരിപ്പ്. അത് സുഖമുള്ള കാത്തിരിപ്പാണ്, ഭക്തിയുടെ അങ്ങേയറ്റത്തെ കാഴ്ചകളുടെ കാത്തിരിപ്പാണ്, ഓർമ്മപ്പെടുത്തലിൻ്റെ കാഴ്ചകളാണ് അവിടെ. അങ്ങനെ പണ്ടാര അടുപ്പിന് കീഴെ കൊതുമ്പും ചൂട്ടും ആളിപ്പടരുകയാണ് അമ്പലമുറ്റത്ത്. അതിനപ്പുറത്ത് അനന്തപുരിയാകെ മറ്റു പല ക്ഷേത്രങ്ങളുടെയും പരിസരങ്ങളിൽ 10-12 കിലോമീറ്റർ ചുറ്റളവിലെല്ലാം ഇങ്ങനെ പൊങ്കാലക്കലങ്ങൾക്ക് കീഴേ അഗ്നി ആളിപ്പടരുന്ന് വെള്ളം തിളയ്ക്കുകയാണ്. അതിലേക്ക് അരി വിതരണം. അതൊന്ന് പാകപ്പെട്ട് വരുമ്പോൾ ശർക്കര, ഏലക്ക, മുന്തിരി, ഉണക്കമുന്തിരി ഒക്കെയും ചേർത്ത്, പഴക്കഷ്ണങ്ങളൊക്കെയും ചേർത്ത് പൊങ്കാല പരുവപ്പെടുത്തണം. പണ്ടാരടുപ്പിലെ കാഴ്ചകളാണ് കാണുന്നത്. നമുക്ക് ചുറ്റും നോക്കത്താ ദൂരത്തേക്ക് കണ്ണും നട്ടിരിക്കാം, കാത് കൂർപ്പിച്ചാൽ കേൾക്കാം
ആറ്റുകാലമ്മേ എന്ന ഒറ്റ മന്ത്രധ്വനി ഞങ്ങൾക്കൊപ്പമുണ്ടാകണേ, ഞങ്ങളെ രക്ഷിക്കണേ എന്ന ഒറ്റ ചിന്തയാൽ, ഞാനില്ല നമ്മളേ ഉള്ളൂ എന്ന ഓർമ്മ വേണം. അങ്ങനെ എല്ലാവരും ആറ്റുകാലമ്മയിലേക്ക് മാത്രം എത്തിച്ചേരുന്ന ആ നിമിഷത്തിൻ്റെ മൂർത്തമായ ഭാവത്തിലേക്ക് പോവുകയാണ്. പൊങ്കാല കലങ്ങൾക്ക് ചൂടുപിടിച്ചു കഴിഞ്ഞു, അഗ്നി ആളിപ്പടരുന്നുണ്ട്, വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഇനി അതിലേക്ക് അരി വിതറണം. അത് പാകപ്പെട്ടു വരുമ്പോഴേക്കും ശർക്കര തയ്യാറാക്കി പാകപ്പെടുത്തി അരിഞ്ഞ് ചെറുതാക്കി വെച്ചിരിക്കുന്നത് പാത്രത്തിൽ മൺകലങ്ങളിലേക്ക് ഇടണം. അതു കഴിഞ്ഞാൽ ചെറുപഴം കഷ്ണങ്ങളാക്കിയത്, പണ്ടാരടുപ്പിലേക്ക് അരിയിടുകയാണ്. പണ്ടാരടുപ്പിലേക്ക് അരിയിട്ടു. അവിടെ വെള്ളം തിളച്ചു. ആ വാഴ ഇല തുമ്പിൽ കൊണ്ടുവന്ന മുഴുവൻ അരിയും അതിലേക്കിട്ടു. ഇനി ആ അരി ഒന്ന് പാകപ്പെടണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അരി പാകപ്പെടുമ്പോഴേക്കും ശർക്കര തുണ്ടുകൾ, അതിനുശേഷം പഴക്കഷ്ണങ്ങൾ. പണ്ടാരടുപ്പിൽ ശർക്കരയില്ല. എല്ലാ അമ്മമാരും സഹോദരിമാരും ബാലികമാരും പൊങ്കാല അർപ്പിച്ചു തുടങ്ങിക്കഴിഞ്ഞു. വെള്ളം തിളയ്ക്കുന്നു, അതിലേക്ക് അരിയിടണം, ശർക്കര കഷ്ണങ്ങളിടണം, ഉണക്കമുന്തിരിയും ഏലക്കയും ഒക്കെ ചേർക്കണം, ചെറുപഴങ്ങളിടണം. അങ്ങനെ ആറ്റുകാലമ്മയ്ക്ക് വേണ്ടി ആറ്റുകാലമ്മയുടെ പ്രാർത്ഥനകളാൽ മുഴുകി അവർ സ്വയം അർപ്പിക്കുകയാണ്.